എല്ലാവർക്കും വയറിംഗ് ട്യൂട്ടോറിയൽ സീരീസിലേക്ക് സ്വാഗതം. നമുക്ക് അഞ്ചാമത്തെ എക്സ്പെരിമെൻ്റ് ആണ്. വയറിംഗ് ട്യൂട്ടോറിയൽ സീരീസിൽ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് സീരീസ് കണക്ഷൻ ആണ്. നമ്മൾ എയിം എന്ന് പറയുന്നത് ടു കൺട്രോൾ ലാംപ്സ് ഇൻ സീരീസ്, രണ്ട് ലാമ്പുകളെ സീരീസ് ആയിട്ട് ഒരു SPST സ്വിച്ച് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള ലേഔട്ടും കണ്ടീഷനും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിനനുസരിച്ച് നമുക്കൊരു സർക്യൂട്ട് ഡയഗ്രം തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ കോമ്പോണൻറ്റുകൾ എന്നൊരു സ്വിച്ച് ഉപയോഗിച്ച് SPST സ്വിച്ച് ഉപയോഗിച്ചിട്ട് രണ്ട് ലാമ്പുകളെ സീരീസ് ആയിട്ട് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിൽ SPST സ്വിച്ച് ആകുന്ന സമയത്ത് ഓഫ് ആവുകയും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാവുന്നതോടുകൂടി രണ്ടും ഡിമ്മായി കത്തുകയും വേണം. അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം ഒരു ലാമ്പിന് അതിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രകാശിക്കില്ല, അത് ഡിമ്മായി മങ്ങി മാത്രമേ കത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം രണ്ട് ലാമ്പ് ഉള്ളതുകൊണ്ട് ഈ രണ്ട് ലാമ്പുകൾക്കും നമുക്ക് വോൾട്ടേജിനെ പങ്കിട്ട് കൊടുക്കുകയാണെങ്കിൽ അവ രണ്ടും ഡിമ്മായി മാത്രമേ കത്തുകയുള്ളൂ. ഫേസും ന്യൂട്രലും ഡയറക്റ്റ് ലാമ്പിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ലാമ്പിന് കിട്ടുന്ന റേറ്റഡ് വോൾട്ടേജ് കിട്ടുകയും അത് പ്രകാശിക്കുകയും ചെയ്യുന്നു. തന്നെ ഫേസ് ഒരിക്കലും രണ്ട് ലാമ്പുകൾക്കും ഡയറക്റ്റ് കിട്ടുന്നില്ല. ഒരു ലാമ്പിലൂടെ കയറി ഇറങ്ങിയതിന് ശേഷം മാത്രമേ മറ്റൊരു ലാമ്പിന് കിട്ടുന്നുള്ളൂ. ഈ കണക്ഷനാണ് സീരീസ് കണക്ഷൻ.
സീരീസ് കണക്ഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് സപ്ലൈ നമ്മൾ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഫേസ് ആൻഡ് ന്യൂട്രൽ നമ്മൾ സപ്ലൈ ബോർഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ടീഷൻ നമുക്കറിയാം. സ്വിച്ച് മുകളിലേക്കാവുമ്പോൾ ഓഫും താഴേക്കാവുമ്പോൾ രണ്ടും ഓണും ആയിരിക്കണം, ഡിമ്മായി കത്തുകയും വേണം. അപ്പോൾ അത് എന്തുകൊണ്ട് അത് ഡിമ്മായി കത്തുന്നു, രണ്ടും മങ്ങി കത്താൻ കാരണം എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ 2 ബൾബുകൾ എടുക്കുന്നു. അത് രണ്ടും വ്യത്യസ്ത പവറുള്ള വാട്ടേജ് ഉള്ള ബൾബുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് സപ്ലൈ കൊടുത്തപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വാട്ടേജ് കുറഞ്ഞ ബൾബാണ് പ്രകാശിച്ച് നിൽക്കുന്നത്. വാട്ടേജ് കൂടിയത് പ്രകാശം കുറവാണ്. അതിന് കാരണം നമുക്കറിയാം, സീരീസ് കണക്ഷനിലൂടെ ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും. പക്ഷേ അവയിൽ ഓരോ കോമ്പൗണ്ടിലും ഉണ്ടാക്കുന്ന വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് അഥവാ IR ഡ്രോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അളവിനനുസരിച്ചിരിക്കും. കൂടുതൽ റെസിസ്റ്റൻസ് ഏതിനാണോ ആ കോമ്പോണൻറ്റിലായിരിക്കും കൂടുതൽ വോൾട്ടേജിൻ്റെ നഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതിന് കൂടുതൽ വോൾട്ടേജ് കിട്ടുകയും അത് കൂടുതൽ പ്രകാശിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 60 വാട്ട് ബൾബിന് അല്ലെങ്കിൽ വാട്ടേജ് കുറഞ്ഞ ബൾബിൻ്റെ ഫിലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആയതിനാൽ തന്നെ I/R ഡ്രോപ്പ് എന്ന് പറയുന്നത് അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ലാമ്പിന് ആ ബൾബിൻ്റെ എക്രോസ് കിട്ടുന്ന വോൾട്ടേജ് കൂടുകയും ആ ലാമ്പ് കൂടുതൽ പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഒരു 2 60 വാട്ടോ അല്ലെങ്കിൽ 2 100 വാട്ട് ബൾബുകളൊക്കെ ആണെങ്കിൽ, ഒരേ പവറുള്ള ബൾബുകൾ അല്ലെങ്കിൽ ലാമ്പുകളാണെങ്കിൽ, കോമ്പോണൻറ്റുകളാണെങ്കിൽ അവ കിട്ടുന്ന വോൾട്ടേജിനെ തുല്യമായി പങ്കിട്ടെടുക്കുകയും ഒരേ രീതിയിൽ പ്രകാശിക്കുകയും ചെയ്യുന്നു.